എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ നിഫ്റ്റിയുടെ നാളത്തെ ഇൻട്രഡേ ലെവൽ ഡിസ്കസ് ചെയ്യും ഫോർ സ്റ്റഡിങ് പർപ്പസ്. ഓക്കെ, സോ എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്യാപ്പ് ഡൗൺ, സഡൻ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. സോ ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് ഞാൻ സാറ്റർഡേ കൊടുത്ത ലെവൽസ് അതൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു എന്തെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ന്യൂ ലെവൽസ് നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം. സോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതന്നത് ഇന്നത്തെ ലെവൽസ് ഓൾമോസ്റ്റ് വർക്കായി, ബട്ട് നോട്ട് ഇത്ര പെർഫെക്റ്റ് ആയില്ല. കാരണം എന്ന് വെച്ചാൽ പാനിക് സെല്ലിംഗ് ഓർ പാനിക് എന്തെങ്കിലും മാർക്കറ്റിലുണ്ടെങ്കിൽ ലെവൽസ് കാര്യങ്ങൾ അത്രയ്ക്ക് വർക്ക് ചെയ്യില്ല. ഓക്കെ, എക്സാക്ട് ലെവൽസ് വർക്ക് ചെയ്യില്ല, ബട്ട് ഓൾമോസ്റ്റ് വർക്ക് ചെയ്യും. കുറച്ച് അങ്ങോട്ട് 5-10 പോയിൻറ്റ്സ് ആണോ സംതിങ് അങ്ങനെ. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാക്ട് ലെവൽ പാനിക്കിൽ ഒട്ടും വർക്ക് ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ 1 hour ചാർട്ടിലാണ് നമ്മളതിൽ വീഡിയോയിൽ കിടക്കാം. ഇവിടെ കുറച്ച് ദിവസമായിട്ട് 1 hour ചാർട്ടിൽ കണ്ടോ, അത് ഈ ഒരു കുറച്ച് നാളായിട്ട് ഇത് ഒരു സപ്പോർട്ട് 1 hour ചാർട്ടിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇന്നൊരു സപ്പോർട്ട് എടുത്തത്. ഓക്കെ, 24,890 അത് ഇത് ക്ലിയർ ആണ്, ഞാൻ വെറുതെ അല്ല പറയണത്, കണ്ടറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് ഇവിടെ 1, 2, 3 ആൻഡ് ഓൾമോസ്റ്റ് ഇൻ 4th മീനും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഫർദർ ബിയറിഷ്നെസ് എന്നാണ് വരിക. പിന്നെ ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ ചെറിയ ബിയറിഷ്നെസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ചെറിയ എനിക്ക് ഇത് കണ്ടോ, ഒരു ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ദെൻ ഹെഡ്, ഇനി ബൗൺസ് വരും. ദെൻ ഇത് ബ്രേക്ക് ആണെങ്കിലാണ് ഫർദർ, അത് നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ. ഹെഡ് ആൻഡ് ഷോൾഡർ കംപ്ലീറ്റ് ആവില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. വീക്ക്നെസ് തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ. പിന്നെ 1 hour ചാർട്ടിൽ വേറെ പറയാനുള്ളത് എനിക്ക് ഷോർട്ട് ടേമിൽ ഇത് 2 പിൻ ബാർ ഫോം ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ബുള്ളിഷ് അല്ല, ബൗൺസ് വരാൻ ചാൻസസ് ഉണ്ട്. സ്ട്രക്ചർ ഇപ്പോൾ ബിയറിഷാണ്, ഞാൻ ഓവറോൾ ബിയറിഷാണ്. ഇപ്പോൾ കറക്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിലോ, ഈ ട്രെൻഡ് ലൈൻ്റെ ബിലോ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഓവറോൾ ഈ സ്ട്രക്ചർ പിന്നെ ബിയറിഷിലേക്ക് മാറും. ഓക്കെ, ഞാൻ കുറേ നാളായിട്ട് നിങ്ങളിത് ഡെയിലി വീഡിയോസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 25,000 ആയി, കോഷൻ സോണാണ്. 25,000 ഈസ് എ മൈൽ സ്റ്റോൺ. നിങ്ങൾക്ക് ബിലീവ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. യെസ്, ഇത് കണ്ടോ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ 9 days മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. കോഷൻ സോൺ കണ്ട, ആ സമയത്ത് 25,000 ഇയർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 25,000 ഇത് കണ്ടോ, 25,000 നൗ വാട്ട് ഇസ് ബ്ലഡ് ബാത്ത് പോസിബിൾ. ഞാൻ എൻ്റെ തംബ്നെയിൽസ് ഞാൻ 25,000 ഇത് കണ്ടോ, ഇവിടെ മൈൽ സ്റ്റോൺ 25,000 നൗ വാട്ട്. തംബ്നെയിൽസിൽ കുറേ ഇതൊക്കെ ഉണ്ടാവും. കോഷൻ സോൺ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഞാൻ അത്രയ്ക്ക് ഫോൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ 25,000 വന്നപ്പോൾ ഒരു കോഷൻ സോൺ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അറിയാമോ, അവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇറ്റ് മീൻസ് ഒരു 24,500 വരെ, 500 വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ബിലോ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. സോ ബട്ട് നമ്മുടെ മാർക്കറ്റ് അങ്ങനെയല്ല. നമ്മുടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ്പ് ഡൗൺ, സഡൻ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയി. അത് ഓവറോൾ ഇത് വന്നത് വേറെ മാറ്ററാണ്. നമ്മുടെ ഗ്ലോബൽ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് അതൊക്കെ വന്നത്. ഈ ഗ്ലോബൽ ഇഷ്യൂ ഈ വാർ ഗിയറല്ല, വാറൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പറയാം. ബട്ട് ഇത് ഓൾ അബൌട്ട് അവിടുത്തെ GDP ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ. ബട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ മാറ്ററല്ല. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇപ്പം നമ്മൾ എല്ലാവർക്കും തിരക്കത് തന്നെ ആയിരിക്കും. മീൻസ് നമ്മുടെ ലെവൽസ് ഡിസ്കസ് ചെയ്യാനല്ലേ, ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ബിയറിഷ് ആവുന്നത് നമ്മുടെ ഇന്നത്തെ ഡേയിലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബിയറിഷ് ആവുള്ളൂ നാളത്തെ. ഓക്കെ, യെസ്, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചു. 23,995, 23,895. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഫ്രഷ് സെല്ലിംഗ് വന്ന് ആ ഒരു സോൺ. ഓക്കെ, 24,290. ഓക്കെ, അത് റെഡ് ആക്കി വെച്ചു കേട്ടോ. 24,290 അത് റെഡ് ആക്കി വെച്ചോളൂ. സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ട്രെൻഡ് അത് ഗ്രീൻ ലൈൻ ആക്കി വെച്ചോളൂ. ഇതിൻ്റെ ഫെർദർ മുകളിലേക്ക് പോയാൽ കുറച്ച് ബിയറിഷ്നെസ് തുടങ്ങും. ഇതിൻ്റെ ബിലോ ആണെങ്കിൽ ബിയറിഷ്നെസ് തുടങ്ങും. ഓക്കെ, അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ചെറിയൊരു കളികൾ മാത്രം നടക്കത്തുള്ളൂ, വലിയൊരു കാര്യമായിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ മേജർ സപ്പോർട്ട്, ഇപ്പോൾ മാർക്കറ്റ് ഓവർ സോൾഡിലാണ് ചെറിയ ടൈം ഫ്രെയിമിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ ഓവറോൾ ഒരു 15-30 1 hour. സോ നാളെ ഇതിൻ്റെ ബിലോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഇപ്പോൾ നമ്മൾ 1 day ചാർട്ടിൽ പോകാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1 day ചാർട്ടിൽ എവിടെ നമ്മളെല്ലാം ലോജിക്കിലായിരിക്കുള്ളൂ കേട്ടോ. ഞാൻ ലോജിക്കില്ലാണ്ട് ഒന്നും പറയാറില്ല. യെസ്, ഇത് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ, സെക്കൻഡ് ഗ്രീൻ ആൻഡ് തേർഡ് ഗ്രീൻ, ഈ 2 ക്യാൻഡിൽ ഡെയിലി വന്ന ഒരു ഗ്യാപ്പ്, അത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉണ്ടാക്കി തരാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ ചോദിക്കാറില്ല.
സോ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റ് സെക്ഷനിൽ പറയും. ഓക്കെ, സോ ഇത് ഒരു നല്ല സപ്പോർട്ട് സോണാണ്. എത്രയാണ് അത്? 23,800 to 750. ഇതാണ് ആക്ച്വൽ ഗ്യാപ്പ് എന്ന് പറയാൻ, മനസ്സിലായോ? സോ ഇവിടുന്ന് ഫ്രഷ് ബയേഴ്സ് ഈ ഏരിയയിൽ ഫൈറ്റ് നടന്നിട്ടില്ല. സോ ഈ ഏരിയയിൽ നാളെ കിട്ടുവാണെങ്കിൽ, നാളെ നമുക്ക് നോക്കാം നാളെ എങ്ങനെയാണ് സിറ്റുവേഷൻ. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഏരിയയിൽ കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് ബൈ വരണം. എങ്ങനെ ബൈ വരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എൻ്റെ എൻട്രഡേ ലെവൽസ് എങ്ങനെ പ്ലേ ചെയ്യണമെന്നൊക്കെ. എൻട്രഡേ ലെവൽസിൻ്റെ ഫുൾ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ അത് റിവേഴ്സർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. കാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കി 5 minutes ടൈം ഫ്രെയിമിൽ റിവേഴ്സർ ക്യാൻഡിൽ എന്തെങ്കിലും പിൻ ബാർ ഓർ എന്തെങ്കിലും ക്യാൻഡിൽസ് എന്തെങ്കിലും ഫോം ആവുകയാണെങ്കിൽ അത് ലോജിക് വെച്ചിട്ട് നമ്മളത് പ്ലേ ചെയ്യണം. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് പ്ലേ ചെയ്യാം ഫുൾ ഒരു. പക്ഷേ നാളെ ചെറിയൊരു ഫ്ലാറ്റ് ടു ഇതാണെങ്കിൽ, ഫ്ലാറ്റ് ടു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ സെൽ സൈഡ് ഇരിക്കേണ്ട ആരും. കാരണം ഒത്തിരി ഓൾസ് ഉള്ളതായിട്ട് മീൻസ് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോളാണ്? ഓൾമോസ്റ്റ് 1,200 സംതിങ് ആണ്. 1,000 സംതിങ് ആണ്, 1,000 മുകളിലാണ്, 1,020. പിന്നെ അത് ഇനി ചെറിയൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ സഡൻ ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും കേട്ടോ. സോ അതൊന്നും ശ്രദ്ധിക്കാൻ, ഞാൻ ഇത് ട്രേഡ് അല്ല തരണം, നിങ്ങളത് നോക്കിയിട്ട് പ്ലേ ചെയ്യുക. എപ്പോഴും ഞാനും പ്ലേ ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലാണ്ട് ചുമ്മാ അങ്ങനെയല്ല കണ്ണടച്ച് ചുമ്മാ നമ്മൾ ഓവർ സോൾഡാണ് ചാടിങ് എടുക്കാം. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ 5 minutes പിൻ ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൻഡിൽ ഫോം ആണെങ്കിൽ മീൻസ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഓർ ഡോജി എന്തെങ്കിലും ഫോം ആവണമെങ്കിൽ മദർ കാൻഡിൽസ് ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്തെങ്കിലും ഫോം ആവണമെങ്കിൽ മാത്രമേ ഇവിടുന്ന് റിവേഴ്സ് ട്രേഡ് പ്ലേ ചെയ്യാൻ പറ്റൂ വിത്ത് സ്മോളർ സെൽ. സോ ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ലെവൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഇൻട്രഡേ ലെവൽസ് പോസ്റ്റ് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്കിങ്ങിൽ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എന്താ മതി? ആകെ 5-6 ലൈക്ക്, വ്യൂസ് ഒരു 19-60 വ്യൂസൊക്കെ ഉണ്ടാവും. ലൈക്ക് ചെയ്യുന്ന ആകെ 5-6 ലൈക്സ് മാത്രമേ ഉണ്ടാവും. സോ അത് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. ബട്ട് യെസ്, മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് വരുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് മെയിൻ ഓവറോൾ സ്ട്രക്ചറിൽ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ വീക്ക്നെസ് വരുന്നത് 24,000 ബിലോ ക്ലോസിങ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓവറോൾ ഈ സ്ട്രക്ചറിൽ ബിയറിഷ്നെസ് വരാൻ തുടങ്ങും. ഈ ബേസിലാരും ട്രേഡ് ഒന്നും എടുക്കരുത്. BTST ഐ തിങ്ക് ബെറ്ററാണ് ഇപ്പോൾ അവോയ്ഡ് ചെയ്യുക. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് വന്നാൽ സഡൻ ജമ്പ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റായിരിക്കും. മനസ്സിലായോ? സഡൻ ജമ്പ് ചെയ്യണോ മാർക്കറ്റ്. സ്ട്രക്ചർ ചെയ്യാവുന്ന വളരെ ഇപ്പോൾ ചാൻസ് കുറവാണ്. കാരണം ബിയറിഷ് സ്ട്രക്ചറാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഞാൻ നേരത്തെയും കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,000 ഇതിൻ്റെ ബിലോ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബിയറിഷിനെ തുടങ്ങും. ഓരോ സ്ട്രക്ചർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ചേഞ്ച് ആവാറായിട്ടുണ്ട്. സോ നമ്മളത് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇവിടുന്ന് ബൗൺസ് വരണം, കുറച്ച് ബൗൺസ് ചെയ്തിട്ട് കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് കറങ്ങി തിരുത്തി പിന്നെ ഇതിൻ്റെ ബിലോ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ദെൻ പറയാൻ പറ്റത്തില്ല. നാളെ തന്നെ ഇതിൻ്റെ ബിലോ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വീക്ക്നെസ് തുടങ്ങും. പിന്നെ അത് ഫുള്ളൊരു വീഡിയോ ആണ്, ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. 23,300 എന്നൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓവറോൾ ഇങ്ങനെ ഗ്ലോബൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാം അതിന് ഞാൻ ഫുള്ളൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അതൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം, ഓപ്ഷൻ ബയേഴ്സൊക്കെ എല്ലാം. അതാണ് കുറച്ചുകൂടി ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഫോർ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ.